നമ്മളിന്ന് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് കോട്ടയം ജില്ലയിലെ മള്ളിയൂർ ഗണപതി ക്ഷേത്രത്തിലേക്കാണ്. ജീർണാവസ്ഥയിലായിരുന്ന ക്ഷേത്രം ഇന്ന് ഈ കാണുന്ന പേരും പ്രശസ്തിയും ആയിത്തീരാനുള്ള കാരണം ഭാഗവതഹംസം എന്നു പേരുള്ള ശങ്കരൻ നമ്പൂതിരിയുടെ പ്രവർത്തനത്തിൻ്റെ ഫലമായാണ്. 2500 ഭാഗവത സപ്താഹ യജ്ഞം പൂർത്തിയാക്കിയതിനാലാണ് ശ്രീ ശങ്കരൻ നമ്പൂതിരിക്ക് ഭാഗവത ഹംസം എന്ന ബഹുമതി ലഭിച്ചത്. വളരെ വലുതായ ഒരു ക്ഷേത്ര സമുച്ചയമാണ് ശ്രീ മള്ളിയൂർ ഗണപതി ക്ഷേത്രം. ശ്രീ ശങ്കരൻ നമ്പൂതിരിയുടെ ജീവിത കഥയാണ് ഇവിടെ ചുവർ ചിത്രമായിട്ട് ആലേഖനം ചെയ്തിരിക്കുന്നത്. ഇതാണ് ഭാഗവതഹംസം ശങ്കരൻ നമ്പൂതിരി. സ്വർണത്തിൽ പൊതിഞ്ഞ മനോഹരമായ ഒരു കൊടിമരവും നമുക്കിവിടെ കാണാം. സർവ്വവിഘ്നങ്ങളും തീരുവാനായി ഗണപതിക്ക് തേങ്ങ ഉടയ്ക്കുന്ന സ്ഥലമാണ് ഈ കാണുന്നത്. ഈ മണ്ഡപത്തിനകത്താണ് ഗണപതി ഹോമം നടത്തുന്ന വലിയ ഹോമകുണ്ഡം. ശ്രീ ശങ്കരൻ നമ്പൂതിരി ഒരു വലിയ ഗണപതി ഭക്തനായിരുന്നു. മാത്രവുമല്ല, അദ്ദേഹം ഒരു ആത്മീയ ആചാര്യൻ കൂടെയായിരുന്നു. ലോകമെമ്പാടും ഭാഗവത സപ്താഹം നടത്തുവാനുള്ള ഭാഗ്യം സിദ്ധിച്ച അപൂർവങ്ങളിൽ അപൂർവങ്ങളായ ഒരാളായിരുന്നു ഭാഗവതഹംസമായിരുന്ന ശങ്കരൻ നമ്പൂതിരി. മറ്റൊരു ക്ഷേത്രങ്ങളിലും ഇല്ലാത്തതുപോലെ ഗണപതിയുടെ മടിയിൽ കഥ കേട്ടിരിക്കുന്ന ശ്രീകൃഷ്ണൻ്റെ രൂപമാണ് ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത. ഇങ്ങനെയൊരു ആലങ്കാരിക രൂപകൽപ്പന ചെയ്തത് ശ്രീ മള്ളിയൂർ ശങ്കരൻ നമ്പൂതിരിയാണ്.